നമസ്കാരം. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒന്നുമല്ലാതിരുന്ന ചില ആളുകൾ അവർ സൂപ്പർ പവറിലേക്ക് കുതിക്കുകയാണ്. ഇറാന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. നേരത്തെ അവർ ഒന്നുമല്ലായിരുന്നു. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടൊക്കെ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു. അവരുടെ കരുത്ത് തദ്ദേശീയമായി അവർ വികസിപ്പിച്ചെടുത്ത അവരുടെ ആയുധങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം പഴയ കഥയൊക്കെ മാറി. പുതിയ ഇറാനാണ്. ഇറാൻ സൂപ്പർ പവറിലേക്ക് കുതിക്കുകയാണ്. അതേസമയം എല്ലാം ഉണ്ടായിരുന്ന അമേരിക്കയും ഇസ്രായേലും അവർ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും വിലയില്ലാത്തൊരു സാധനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയി, ഇസ്രായേൽ പോയി. അതേസമയം ഇറാൻ പറയുന്നത് 100% സത്യമാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. മാത്രമല്ല, അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പോലും അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ മുഖത്ത് കാണുന്ന ആത്മവിശ്വാസം എന്നാണ് ഇപ്പോൾ ലോകം പറയുന്നത്. ഇവിടെ റോയിറ്റേഴ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടൈംസും ഒക്കെ പറയുന്നത് ഇറാൻ ലോകത്തൊരു സൂപ്പർ പവറാകാൻ പോവുകയാണ്. ഇനി അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. യുദ്ധമാണ് അതിനൊക്കെ കാരണം. ഈ യുദ്ധം കഴിഞ്ഞാൽ ഇറാൻ ആയിരിക്കും സൂപ്പർ പവർ. ഹോർമുസ് കടലിടുക്ക് അടച്ചതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ വാങ്ങാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി ഒരു കപ്പലിൽ നിന്ന് ഇറാന് $20 ലക്ഷം കിട്ടും. അങ്ങനെ 140 കപ്പലുകൾ ഒരു ദിവസം കടന്നു പോകും ഈ ഹോർമുസ് കടലിടുക്ക് വഴി. അമേരിക്കയെ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണമാണ്, ഇസ്രായേലിനെ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ രണ്ട് രാജ്യങ്ങളെ കൊണ്ട് കഴിഞ്ഞു. വെറുതെ കടന്നു പോകാമായിരുന്ന വഴിയിൽ ഇപ്പോൾ ടോള് കൊടുക്കണം. അത്തരമൊരു അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുചെന്ന് എത്തിച്ചു അമേരിക്കയും ഇസ്രായേലും. അങ്ങനെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 140 കപ്പലുകളിൽ നിന്ന് $20 ലക്ഷം വെച്ച് വാങ്ങിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാൻ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അവസാനിക്കുകയാണ്. സൂപ്പർ പവറിലേക്ക് ഇറാൻ കുതിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, റോയിറ്റേഴ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടൈംസുമാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തുവിട്ടത്. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അവരോട് ഒരിക്കൽ കൂടെ ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. ഒട്ടും ആത്മവിശ്വാസമില്ല. തകർച്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിലെ സൈനിക മേധാവി തന്നെ പറയുകയാണ്. ഇയാൽ സമീർ പറയുന്നു, IDF ഏത് നിമിഷവും തകർന്നേക്കാം. മനുഷ്യക്ഷാമം നേരിടുന്നു, ആയുധങ്ങളില്ല. അതുപോലെ തന്നെ നിരവധി ആളുകളുമായി ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അമേരിക്ക ഇറാനിൽ കരയുദ്ധം തുടങ്ങുകയാണെങ്കിൽ സൈന്യത്തെ പറഞ്ഞയക്കാൻ പോലും ഇസ്രായേലിന് ശേഷിയില്ല എന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ അവസ്ഥയും ഒട്ടും മാറ്റമില്ല. അമേരിക്ക അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഷഹദ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പോലും ഇവിടെ വലിയ വിലയുള്ള മിസൈലുകൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ വാർത്ത വന്നതാണ്. ഏറ്റവും തുച്ഛമായ വിലക്ക്, തുച്ഛമായ തുക ചിലവഴിച്ച് ഇറാൻ നിർമ്മിച്ചിട്ടുള്ള ഡ്രോണുകളെ പ്രതിരോധിക്കാൻ തന്നെ വലിയ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായി വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കക്കുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതിരോധിക്കാനുള്ള മിസൈൽ സംവിധാനങ്ങളുടെ ക്ഷാമം അത് ഇസ്രായേലിലും അതുപോലെ തന്നെ അമേരിക്കൻ ബേസുകളിലുമൊക്കെ ഒരേപോലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ദക്ഷിണ കൊറിയയിൽ സ്ഥാപിച്ചിരുന്ന താഡ് പ്രതിരോധ സംവിധാനം അത് ഗൾഫ് മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം പോലും അമേരിക്ക ഈ കഴിഞ്ഞ സമയങ്ങളിൽ എടുത്തിരുന്നു. അത്രമാത്രം പ്രതിസന്ധി അമേരിക്ക നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായി വ്യക്തതയില്ല. ആത്മവിശ്വാസമില്ലാതെ എന്തൊക്കെയോ പറയുന്നു. ആത്മവിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. പിന്നീട് ചെയ്തതൊക്കെ തെറ്റായി പോയി എന്ന് അവർക്ക് തന്നെ തോന്നുന്നു. തിരുത്തി പറയുന്നു, വീണ്ടും മാറ്റി പറയുന്നു. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനകത്തേക്ക് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ മുഴുവൻ മിസൈൽ ശേഷിയും നശിപ്പിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ ലോകത്തെ തന്നെ ഏറ്റവും സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാജ്യമായി മാറാൻ പോവുകയാണ് ഇറാൻ. അത്തരത്തിലുള്ള വാർത്തകൾ റോയിറ്റേഴ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടൈംസും പുറത്തുവിട്ടിരിക്കുന്നു. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി, എണ്ണവിലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അമേരിക്കയെ വല്ലാതെ അലട്ടുന്നു. അമേരിക്കയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ അതിന്റെ ഭാഗമായി ഇസ്രായേലിനെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നു. അമേരിക്കയിൽ നിന്ന് പഴയതുപോലെ ഇസ്രായേലിന് ആയുധങ്ങൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല. ഈ ആയുധങ്ങളുടെ കുറവാണ് ലെബനോനിൽ ഇസ്രായേലിനെതിരെ കനത്ത തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇറാഖിൽ അമേരിക്കൻ സൈന്യത്തിന് വളരെ ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളിൽ നിന്ന്.
അതുപോലെ തന്നെ ഇസ്രായേലിന് ലബനോനിൽ നിന്നും ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, ഈ കഴിഞ്ഞ സമയങ്ങളിൽ വന്ന വാർത്തകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ടെല്ലവീവിലേക്ക് ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകളുടെ പ്രഹരം അത് ഇസ്രായേലിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും നിലംപതിച്ചത്. എന്തായാലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ഒരു യുദ്ധം ഇറാനെ സൂപ്പർ പവറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം.